നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും രാഷ്ട്രങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ക്വാർട്ടറിലെ 5ാമത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ദിവ്യ സ്നേഹത്തിൻ്റെ ക്രോധം എന്നാണ് എൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പഠനത്തിനായിട്ട് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ സങ്കീർത്തനം 78-ാം അധ്യായം, യോനയുടെ പുസ്തകം 4-ാം അധ്യായം, മത്തായി 10-ാം അധ്യായം, ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം, റോമർ 12-ാം അധ്യായം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വേദഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ പാഠപഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനഃപ്പാഠവാക്യം സങ്കീർത്തനം 78-38 എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ച് തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ചത് സങ്കീർത്തനം 78-38. ഇവിടെ 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദിവ്യ സ്നേഹത്തിൻ്റെ ക്രോധം എന്ന് പറയുമ്പോൾ ഒന്ന് സ്നേഹം, ഒന്ന് ക്രോധം. നമുക്ക് തോന്നും ഇത് 2 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 2 വാക്കുകളാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കോപം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു വശമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് കോപം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവകോപം ഇല്ലാതെ ദൈവസ്നേഹം എന്താണ്? അപൂർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നാം എല്ലാവരും മക്കളെ വളർത്തുന്നവരാണ്. നാം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ ലാളിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും അവരോട് ക്ഷമിക്കുകയും അവരെ ശാസിക്കുകയും ഉപദേശിക്കുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്? നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, അവർ നല്ല വഴിക്ക് നടക്കണം, നേർവഴിക്ക് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആണ് നാം ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഒന്ന് ഊഹിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോടോ നമ്മുടെ പങ്കാളിയോടോ ഒന്നും നമ്മൾ ഒരിക്കലും ഈ കോപം എന്നുള്ള വികാരം ഒരു നിമിഷം പോലും നമുക്ക് അവരോട് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ അവരുമായിട്ട് ഇടപെടുന്ന വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം ഒരു ജീവനില്ലാത്ത ബന്ധമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്തൊരു ബന്ധമാണ് ആ ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് എങ്കിൽ, അവർക്ക് വേണ്ടി കരുതുന്നവരാണ് നമ്മളെങ്കിൽ, ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ടാവും? കോപവും ഒക്കെ ഉണ്ടാവും. നമ്മളവരെ ശാസിക്കും, വഴക്ക് പറയും. മക്കൾക്കാണെങ്കിൽ നമ്മൾ ശിക്ഷ കൊടുക്കും. കാരണം നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മാനുഷിക ക്രോധത്തെ നാം പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ അതൊരിക്കലും ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉള്ള വികാരമാണ് കോപം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ എങ്ങനെ നാം നിയന്ത്രിക്കുന്നു, എങ്ങനെ നമ്മുടെ വരുതിയിൽ നമ്മളെ അതിനെ ആക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിത വിജയം ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് കോപം മൂലം അല്ലെങ്കിൽ ക്രോധം മൂലം ആളുകൾ പരസ്പരം പിണങ്ങുകയും പരസ്പരം ഉപദ്രവിക്കുകയും കൊലപാതകം വരെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കോപം എത്തിച്ചേരുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദൈവകോപത്തെക്കുറിച്ചാണ്. എന്നാൽ ദൈവകോപത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, തിന്മയ്ക്കും അനീതിക്കും എതിരെയുള്ള ദൈവത്തിൻ്റെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതികരണമാണ് ദൈവ ക്രോധം അല്ലെങ്കിൽ ദൈവകോപം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ദിവ്യക്രോധം ദിവ്യ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ പാഠപഠനത്തിലൂടെ ദൈവക്രോധത്തെക്കുറിച്ചുള്ള നമ്മുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഒരു തെറ്റായ ചിന്താഗതികളെയൊക്കെ മാറ്റുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവവും പുതിയ നിയമത്തിലെ യേശുക്രിസ്തു വളരെ സൗമ്യനും ആയ ദൈവവുമാണ് എന്ന് 2 രീതിയിൽ ഇതിനെ താരതമ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ 2 ഭാഗത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഈ 2 ദൈവവും ഒന്നാണ് എന്നും 2 ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല എന്നും ഇന്നത്തെ ഈ പാഠപഠനത്തിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗത്തിൻ്റെ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം തിരുവാടത്തിലായിരിക്കാൻ തക്കവണ്ണം നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, അടിയങ്ങൾ പാപികളാണ് എങ്കിലും ദൈവമേ, അങ്ങയുടെ ക്ഷമയും മനസ്സലിയും ഒക്കെ അടിയങ്ങളുടെ സ്വഭാവത്തിൽ അടിയങ്ങൾ പകർത്തുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവിക ചിന്തയല്ലാതെ ആവശ്യമില്ലാത്ത ഒരു ചിന്തകളോ ആശയങ്ങളോ ഒന്നും അടിയങ്ങളുടെ പാഠപഠനത്തിൽ ഉണ്ടാകുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. മാനവമോഹത്തെ അങ്ങെടുക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവമച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നവരോട് കേൾക്കുമാറാണമേ. ആമേൻ. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു, തിന്മ മൂലം ദുഃഖിക്കുന്നു എന്ന് അവിടെ കാണിച്ചിരിക്കുന്നു. നമുക്കറിയാം, പാപം ഈ ലോകത്തിൽ പ്രവേശിച്ചത് മുതൽ ദൈവം ഈ ആളുകൾ അല്ലെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യുന്ന ഈ തിന്മ മൂലം ദൈവം ദുഃഖിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പല സന്ദർഭങ്ങളിലും നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന ആ 40 വർഷക്കാലം അല്ല എങ്കിൽ അവരുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവർ ദൈവത്തിൻ്റെ നന്മ ആവോളം അനുഭവിക്കുകയും അത് എല്ലാ അർത്ഥത്തിലും അല്ലേ, നമുക്കറിയാം, മരുഭൂമിയിൽ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളമുണ്ടായിരുന്നു, ശക്തന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്, അവർക്ക് മന്നയുണ്ടായിരുന്നു, തണലിന് ദൈവമേഘമായിട്ട് അവരുടെ മുകളിലുണ്ടായിരുന്നു, അവർക്ക് രാത്രിയിൽ അവർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് അഗ്നിജ്വാലയായിട്ട് ദൈവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അറിഞ്ഞ അനുഗ്രഹമുള്ള ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. എന്നാൽ കാലക്രമേണ അവർ കാലക്രമേണയെന്നും പോലും പറയാൻ പറ്റത്തില്ല, ആ നിമിഷം തന്നെ ആ അനുഗ്രഹം അവരനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? ദൈവത്തിനെതിരെ മത്സരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഴുവൻ അവർ പിറുപിറുപ്പുള്ളവർ, എപ്പോഴും ദൈവത്തോട് മറുതലിക്കുന്നതുമായ ഒരു ജനതയായിട്ടാണ് ഇസ്രായേൽ മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർ വിതയ്ക്കാത്ത വയലിൽ നിന്ന് അവർ കൊയ്യുകയും അവർ കുഴിക്കാത്ത കിണറ്റിലെ വെള്ളം അവർ കുടിക്കുകയും അവർ ഒരു അധ്വാനവും ചെയ്യാത്ത അല്ലെങ്കിൽ അവർ പണിയാത്ത വീടുകളിൽ അവർ കയറിക്കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുകയും ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്തു? ദൈവത്തിനെതിരെ അവിടെ വെച്ചും തിന്മ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇത്രയും തിന്മ പ്രവർത്തിച്ച ഈ ജനത്തോട് ദൈവം എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ള ഒരു സങ്കീർത്തനമാണ് ആസാഫിൻ്റെ ഈ 78-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ആസാഫിൻ്റെ ധ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ കാര്യങ്ങളെ, അതെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഈ പ്രവൃത്തികളെ ഇനി ജനിപ്പാനുള്ള അല്ലെങ്കിൽ വരുവാനുള്ള തലമുറയോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ അറിയിക്കണം. അവരുടെ പിതാക്കന്മാർ ചെയ്ത ഈ ഓരോ അകൃത്യങ്ങളെയും അവരെ അറിയിക്കുകയും അതിനവർക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യണമെന്ന് ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. അവിടെ ആ ആസാഫിൻ്റെ സങ്കീർത്തനം തന്നെയാണ് നമ്മുടെ മനപ്പാഠ വാക്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ച് തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു എന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതേ സംഭവം തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇസ്രായേൽ മക്കളെല്ലാവരും കൂടി ഒരു ഉപവാസം വിളിച്ചു കൂട്ടി അവർ തങ്ങളുടെ പിതാക്കന്മാരുടെയും തങ്ങളുടെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ക്ഷമ ചോദിക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകത, ഈ ആസാഫിൻ്റെ സങ്കീർത്തനത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ എങ്ങനെയുള്ള ദൈവമാണെന്നാണ്. ദീർഘക്ഷമയും മഹാദയയും മഹാകരുണയും ഉള്ളൊരു ദൈവമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? ഈ അനർത്ഥത്തെ അല്ലെങ്കിൽ ഇവരുടെ ഈ മറുതലിപ്പിനെ എല്ലാം ക്ഷമിച്ച് അവരോട് അവരുടെ തിന്മ മൂലം ദുഃഖിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല തിന്മകളെയും ഓർത്ത് നമുക്ക് അമർഷമുണ്ടാകാറുണ്ട്. ഇവർക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ദൈവമേ, ഇത്രയും ദുഷ്ടത ഈ ലോകത്ത് നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്ത് ചെയ്യുന്നു? ഈ തിന്മയൊക്കെയും ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ തിന്മ കണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവരോട് ദുഃഖിക്കുന്ന, അവരെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഈ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ ദൈവം ദീർഘക്ഷമയുള്ളവൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ദൈവം ദീർഘക്ഷമയുള്ളവനാകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദീർഘക്ഷമയുടെ കാര്യത്തെക്കുറിച്ച് ഒരു പ്രവാചകൻ പറയുന്നുണ്ട് അല്ലേ. യോന പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു പുസ്തകമാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് യോന പ്രവാചകൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും യോന പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതെന്താണ് ഈ പ്രവാചകൻ ഇങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത് നമ്മളെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യോന പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയച്ചു. നിനവയിലെ ജനങ്ങൾ ഏറ്റവും ദുഷ്ടത പ്രവർത്തിക്കുന്ന, ഇസ്രായേൽ മക്കൾക്ക് വളരെയധികം ദ്രോഹം ചെയ്തൊരു ജനവിഭാഗമായിരുന്നു നിനവേക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ അവിടെ പോയി സുവിശേഷം അറിയിക്കുന്നതിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തർശീശിലേക്ക് ഓടിപ്പോയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോന പ്രവാചകൻ പറയുന്നു, എന്താണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാനാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. അദ്ദേഹം അവിടെ അവരോട് ആ സുവിശേഷം പറയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് മാനസാന്തരത്തിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാവുകയും അവരാബാലവൃത്തം എല്ലാവരും എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ രട്ടുടുത്തുകൊണ്ട് ഉപവസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യോന പ്രവാചകൻ എന്ത് വിചാരിച്ചു, ഇവർ മാനസാന്തരപ്പെടാനൊന്നും പോകുന്നില്ല, എന്താണ് ഈ ജനങ്ങൾക്ക് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവരൊക്കെ നശിച്ചു പോട്ടെ എന്നുള്ളൊരു മനോഭാവമായിരുന്നു യോന പ്രവാചകൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തർശീശിലേക്ക് ഓടിപ്പോയത്. എനിക്കറിയാം നീ മഹാദയും ദീർഘക്ഷമയും ഒക്കെ ഉള്ള ഒരു ദൈവമാണെന്ന് എനിക്കറിയാം. അനർത്ഥത്തെക്കുറിച്ച് അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനാണ് എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ദൈവമേ എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേയൊക്കെ പറഞ്ഞ് അവിടെ യോന പ്രവാചകൻ നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ യോന പ്രവാചകൻ ഇന്ന് ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മളൊക്കെയും ഈ സൗജന്യമായിട്ട് ഈ കൃപ ആസ്വദിക്കുകയാണ് അല്ലേ. നമുക്ക് അർഹതയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ദിവസേന പാപം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. പാപം ചെയ്യുകയും ചില സമയത്ത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഒരു നോട്ടം പോലും തെറ്റായ രീതിയിലായിരിക്കാൻ സാധ്യതയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം പാപികളാണ്. പക്ഷേ അപ്പോൾ പാപികളായ നമുക്ക് സൗജന്യമായി ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ സൗജന്യമായി ലഭിച്ച ഈ കൃപ മറ്റ് ആളുകളിലേക്കും സൗജന്യമായി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം അവരുടെ സ്വഭാവം നോക്കിയോ, അവരുടെ എന്തുമാത്രം ദുഷ്ടത അവർ പ്രവർത്തിക്കുന്നത് നോക്കിയോ നമുക്ക് അവരോട് പ്രതികാരം ചെയ്യുവാനുള്ള അനുവാദമില്ല. പകരം അവർക്കൊക്കെ നമുക്ക് കിട്ടിയ ഈ ദിവ്യ സ്നേഹം നമ്മളിത് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് അവരും അർഹരാണ് എന്ന് പറയുന്നു. പലപ്പോഴും ഈ യോന പ്രവചനെ കാണുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിലല്ലേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കഥയുമായിട്ട് ഇതിനെ തട്ടിച്ചു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, മുടിയനായ പുത്രൻ്റെ കഥ പറയുമ്പോൾ അവിടുത്തെ സഹോദരനെ അവിടെ പറയുന്നുണ്ട്. ഈ സഹോദരനും ഈ യോന പ്രവാചകനും ഒരേ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. കാരണം അവർ രണ്ടുപേരും എന്ത് ചെയ്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാനസാന്തരപ്പെട്ട് തൻ്റെ സഹോദരൻ വരുന്നത്, മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ട് വരുന്നത് സഹോദരന് അനിഷ്ടമായിരുന്നു. ഇവിടെ നിനവേക്കാർ മാനസാന്തരപ്പെടുന്നത് യോനയ്ക്കും അനിഷ്ടമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് വിളിച്ചിരിക്കുന്നത് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കുവാനാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് എപ്പോഴെങ്കിലും നമുക്ക് ക്ഷമിക്കാതിരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടും നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം. ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ക്രൂശിലേറ്റിയവരോട് പോലും ക്ഷമിച്ചൊരു സ്വഭാവമാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത്. അപ്പം അതേ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഇതുപോലെ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ദീർഘക്ഷമ കാണിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്.
നമ്മൾ ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ന്യായമായ രോഷം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായമായ രോഷം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു എപ്പോഴാണ് കോപിച്ച ഒരു സമയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിസ്സംശയം പറയും, ദേവാലയത്തിൽ നിന്ന് ആ പൊൻവാണിഫക്കാരെയും അല്ലെങ്കിൽ അവിടെ പ്രാവിനെ വിൽക്കുന്നവരെയും എല്ലാം, ആടുമാടുകളെ വിൽക്കുന്നവരെയെല്ലാം ഒരു ചാട്ടവാറ് കൊണ്ട് അടിച്ച് ഓടിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സംഭവമാണ് കർത്താവായ യേശുക്രിസ്തു ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രോഷം വന്നൊരു സമയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരിക്കലും വ്യക്തിപരമായി ആരോടെങ്കിലും തോന്നിയ ഒരു വിദ്വേഷം കൊണ്ടായിരുന്നില്ല കർത്താവായ യേശുക്രിസ്തു അങ്ങനെ പെരുമാറിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും, എന്നാൽ നിങ്ങൾ ഇവയെ എന്ത് ചെയ്താക്കിയിരിക്കുകയാണ്, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുകയാണ് എന്നവിടെ പറയുന്നു. ആ ഒരു ധാർമ്മിക രോഷമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ദേവാലയത്തിൽ വെച്ച് കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ധാർമ്മികമായ രോഷമാണ്, അല്ല എങ്കിൽ തിന്മയ്ക്കെതിരെയുള്ളൊരു രോഷ പ്രകടനമാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മർക്കോസിൻ്റെ ലേഖനം 10-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചിലർ ശിശുക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ശിശുക്കൾ എന്ന് പറയുമ്പം അവരാകപ്പാടെ അസ്വസ്ഥരായിരിക്കും, അവർ ഓടി നടക്കും, വഴക്കുണ്ടാക്കും, കരയും, പലവിധ കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നവരാണ് കുഞ്ഞുങ്ങൾ. അവരെ അടക്കി നിർത്തുക എന്ന് പറയുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇത് തന്നെ ശിഷ്യന്മാർക്ക് സംഭവിച്ചു. അവരെന്ത് ചെയ്തു, അതിൽ അസ്വസ്ഥരായി ഗുരുവിനെ ശല്യപ്പെടുത്താതെ അവരോട് പൊക്കോളാൻ പറഞ്ഞു, മാതാപിതാക്കളോട് അവരെ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവരെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരോട് പറയുന്നു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ഇങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം എന്ന് അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു രോഷപ്രകടനം നമ്മൾ കാണുന്നുണ്ട്. കാരണം ശബത്തിൽ ഒരുവനെ ശബത്തിൽ സൗഖ്യമാക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പരീശന്മാർ പറയുന്നുണ്ട്, ഇന്ന് ശബത്തായതുകൊണ്ട് നീ എന്ത് ചെയ്തു, ശബത്തിനെ ലംഘിച്ചു, മോശയുടെ ന്യായപ്രമാണത്തെ അവിടെ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് പരീശന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ കുറ്റം വിധിക്കുന്നതായിട്ട് കാണുന്നു. ആ സമയത്തും കർത്താവായ യേശുക്രിസ്തു അവിടെ രോഷപ്രകടനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ കോപിക്കുന്നുണ്ട്. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവരോട് കോപിച്ചുകൊണ്ട് പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരോട് പറയുന്നുണ്ട്, ശബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ കൊല്ലുന്നതോ ഏതാണ് വിഹിതമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. കാരണം അവർ മാനുഷികമായ ചില ആചാരങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ മൂല്യവത്തായ ചില കാര്യങ്ങളെ അവർ മനഃപൂർവ്വം വിസ്മരിച്ച് കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആചാരങ്ങളെയും കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു, അവിടെ വെച്ച് ശാസിക്കുന്നു. അവരോട് പറയുകയാണ്, നമ്മൾ മാനുഷികമായ ആചാരങ്ങളെക്കാൾ ഇതിൻ്റെ മൂല്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ആചരിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷേ ഇതിൻ്റെ മൂല്യം അറിഞ്ഞ് അതിനെ ആചരിക്കുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത് എന്ന് അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രോഷത്തെ നമ്മൾ കാണുന്നു. എന്നാൽ അത് ഒരിക്കലും നമുക്കുണ്ടാകുന്ന സ്വാർത്ഥതയിൽ നിന്ന് ഉളവാകുന്ന ഒരു കോപമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നുമല്ല അവിടെ കാണുന്നത്. അവിടെ തൻ്റെ ജനം ചെയ്യുന്ന ഈ ചില കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ ചില ദുരാചാരങ്ങൾക്കെതിരെ അവിടെ കർത്താവായ യേശുക്രിസ്തു അവിടെ ശബ്ദമുയർത്തുകയും നിങ്ങൾ ഇത് ഒരിക്കലും ദേവാലയത്തെ പ്രാർത്ഥനാലയം എന്നാണ് അറിയപ്പെടേണ്ടത്, അല്ലാതെ ഇത് വിൽക്കുവാനും വാങ്ങുവാനും ഉള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ശിശുക്കളെ, അതായത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആരെയും, ശിശുക്കളെ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ മനസ്സുള്ള ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ആ ദൈവസ്നേഹത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്നിവിടെ പറയുന്നു. പിന്നെ നമ്മൾ ശബത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശബത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെതാണെങ്കിൽ അത് കർത്താവിനുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നമ്മൾ നന്മ ചെയ്യുകയാണ് വിഹിതമെന്നും ഇതിനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആചാരമായിട്ട് മാത്രം മാറ്റാതെ അത് മൂല്യമുള്ള ഒരു കാര്യമാക്കി അതിനെ തീർക്കണമെന്നും പറഞ്ഞ്
അവിടെ കർത്താവായ യേശുക്രിസ്തു അവരോട് സമർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലും അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രോഷപ്രകടനം തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രോഷപ്രകടനവും ദൈവത്തിൻ്റെ രോഷപ്രകടനവുമായിട്ട് വലിയ അന്തരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ആലയത്തെക്കുറിച്ച് എരിവുള്ളവനായിരുന്നു എന്നും പറഞ്ഞ് നമുക്കും ആലയത്തെക്കുറിച്ച് എരിവുണ്ടാവണം. പക്ഷെ അതൊരിക്കലും ഒരു വിശ്വാസിയെ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് വലിക്കുന്നതോ അവൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും അധികാരത്തെ പ്രയോഗിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ കോപത്തെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മുടെ കോപം എന്നുള്ളത് എപ്പോഴും ദൈവനീതിയെ കാണിക്കുന്നതായിരിക്കണം നമ്മുടെ കോപവും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തോട് വരുമ്പോൾ അവിടെ പറയുന്നു ദൈവം മനസ്സോടെ ദുഃഖിപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ആരെയും എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തികളുടെ ഫലം നമ്മൾ എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും, നന്മയുണ്ടാവും. നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും, തിന്മയുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ദുരവസ്ഥകളും വന്നു ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: അവൻ ദുഃഖിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവൻ ആരെയും എന്ത് ചെയ്യുന്നില്ല, മനുഷ്യപുത്രന്മാരെ മനസ്സോടുകൂടി, ദൈവം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, മനസ്സോടുകൂടി ആരെയും എന്ത് ചെയ്യുന്നില്ല, ദുഃഖിപ്പിക്കുന്നില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, എസ്രയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ എന്ന കൽദയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എസ്രാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബാബേൽ രാജാവ് യെരുശലേമിലേക്ക് വന്ന് യെരുശലേമിനെ നിരോധിച്ച് അവിടുത്തെ ആളുകളെ പ്രവാസത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതൊക്കെയും വന്ന് ഭവിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് നമുക്കറിയാം, നെബൂഖദ്നേസർ വരാനുള്ള സാഹചര്യം നമുക്കറിയാം. ഹിസ്കിയാവിന് മാരകമായ അസുഖമുണ്ടായിരുന്നു, അതിനെ ദൈവം ഭേദമാക്കി. ഇത് അറിഞ്ഞുകൊണ്ട് ജാതീയ രാജാവായ കൽദയ രാജാവ് വന്ന് ഹിസ്കിയാവിനെ കാണുമ്പോൾ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്, തനിക്ക് ദൈവം ചെയ്ത ഈ വലിയ അത്ഭുതത്തെക്കുറിച്ച് അവനോട് അറിയിക്കാതെ തൻ്റെ ധനമഹാത്മ്യം അവരെ കാണിക്കുവാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മെനക്കെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, നീ എന്ത് ചെയ്തു, നീ കാണിച്ച് കൊടുത്ത് അല്ലെങ്കിൽ നിൻ്റെ ഈ സമ്പത്തും നിൻ്റെ ഈ പ്രതാപവും ഒക്കെ നീ കാണിച്ചു കൊടുക്കുന്ന ഈ കൽദയർ തന്നെ എന്ത് ചെയ്യും, നാളെ ഒരു കാലത്ത് നിൻ്റെ നീ സമ്പാദിച്ചു വെച്ചത് മുഴുവൻ എന്ത് ചെയ്യും, അപഹരിച്ച് കൊണ്ടുപോകുമെന്ന് അവിടെ ഹിസ്കിയാവിനോട് അന്നേരം തന്നെ ദൈവം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവനെ കൽദയരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം 24-25 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ കാണുക ഞാൻ എന്തു ചെയ്യും, ബാബേലിലെ സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൽദയരെ ഞാൻ എന്തു ചെയ്യും, നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് കൽദയര് നിങ്ങളെ എന്തു ചെയ്യും, പ്രവാസത്തിലേക്ക് കൊണ്ടുവരും. ഇതേ കൽദയര് തന്നെ അവരെ ദൈവം എന്തു ചെയ്യും, അവർ അമിതമായി സിയോനിൽ ചെയ്ത സകല നഷ്ടത്തിന്, നമുക്കറിയാം കൽദയര് അല്ലെങ്കിൽ നെബൂഖദ്നേസർ ഈ യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ മൊത്തം കത്തിക്കുകയും അവിടെയുള്ള എല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടാണ് ഇവരെ എന്ത് ചെയ്തത്, പ്രവാസത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ അമിതമായി സിയോനിൽ ഉണ്ടാക്കിയ സകല നാശത്തിനും ദൈവം എന്ത് ചെയ്തു, കൽദയരോടും അവർക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എന്താണ്, നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്ന ദൈവമാണ് എങ്കിലും തിന്മയ്ക്കെതിരെ എന്തു ചെയ്യും, പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാകരുണയും മഹാദയയും ഉള്ളവനാണ്. നാം മാനസാന്തരപ്പെട്ട നമ്മളോട് ദീർഘമായി ക്ഷമിക്കുകയും നമ്മളെ കൈക്കൊള്ളുകയും ചെയ്യുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. എന്നാൽ നാം ചെയ്യുന്ന തിന്മ പ്രവർത്തികൾക്ക് എന്തുണ്ടാവും, അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണ്ടി വരുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവം ആരെയും മനസ്സോടെ ദുഃഖിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് എന്തു ചെയ്യുന്നു, പലപ്പോഴും ദൈവക്രോധത്തിന് പാത്രമായി തീരുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സലിവ് കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തിന്മയ്ക്കെതിരെ കോപം പ്രകടിപ്പിക്കുന്നത് അവൻ്റെ സ്നേഹം കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നും തിന്മയ്ക്കെതിരെ ദുഃഖിക്കുന്നവനാണെന്നും മനസ്സോടെ ആരെയും ദുഃഖിപ്പിക്കുന്നില്ല എന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സലിവ് കാണിക്കുക എന്നുള്ളതാണ്. ഇത്രയും ദീർഘക്ഷമ ദൈവം നമ്മോട് കാണിക്കുന്നുവെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് എങ്ങനെയുള്ളവരായിരിക്കണം? ഈ ദൈവത്തിൻ്റെ ദീർഘക്ഷമ മറ്റുള്ളവരോട് കാണിക്കുന്നവരായിരിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അവസാന നാളുകളിൽ ഈ അഖിലാണ്ടത്തിലുണ്ടായിരുന്ന സകല തിന്മകളെയും ദൈവം എന്തു ചെയ്യും, തുടച്ചു നീക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ സകല തിന്മകളുടെയും അന്ത്യം കുറിക്കുവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ രണ്ടാം വരവിൽ എന്ത് സംഭവിക്കും, ഈ സകല തിന്മയെയും ശുദ്ധീകരിച്ച് ഈ ഭൂമിയെ പുതുതാക്കി എടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ ലോകത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന വിശുദ്ധ ജനമായ നാം ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കണം? മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കുന്നവരായിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്കറിയാം, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് പലപ്പോഴും ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയാറില്ല. മനുഷ്യനാണ്, ബലഹീനതകളുള്ളവരാണ്. പലർക്കും പലതരത്തിലുള്ള ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല സന്ദർഭങ്ങളിലും. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യുക, ക്ഷമിക്കുക. കാരണം നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ സ്വഭാവ ഗുണമോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒന്നും, നിങ്ങളുടെ അധ്വാനമോ ഒന്നും അതിനൊരു കാരണമായിട്ട് ദൈവം കാണുന്നില്ല. ദൈവം ഇത് സൗജന്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ സൗജന്യമായി കിട്ടിയ ഈ നന്മയെ, ഈ കൃപയെ നമ്മൾ മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യണം, സൗജന്യമായി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ സദൃശവാക്യം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്നു. അതായത് നമ്മൾ ആര് നമ്മളോട് ചെയ്ത ദോഷത്തിനെതിരെ നമ്മൾ പ്രതികാരം ചെയ്യുവാനായിട്ട് പാടില്ല. അങ്ങനെ പറയുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ രക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല എന്നിവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഇനി സദൃശവാക്യം 24-29 വായിച്ച അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവൻ്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്ന് നീ പറയരുത്. പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ്, എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുകളാണ്. എന്നാൽ ഈ സദൃശവാക്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ആരോടും എന്ത് ചെയ്യാൻ പോകണ്ട, പ്രതികാരം ചെയ്യാൻ പോകണ്ട. പ്രതികാരം ആർക്കുള്ളതെന്നാണ് പറയുന്നത്? അത് ദൈവത്തിനുള്ളതാണ്. ഞാൻ പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രതികാരം ചെയ്താൽ അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നുളവാകുന്നതായിരിക്കും. അതൊരിക്കലും ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് നമ്മൾ അവസരം കൊടുക്കുക, ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തിന് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ യുദ്ധം ആര് ചെയ്തോളും? ദൈവം ചെയ്തോളും. അതിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. എബ്രായർ 10-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നത് ആരാണ്? ദൈവമാണ് നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നത്. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ, ഇത്രയധികം തിന്മ താൻ സൃഷ്ടിച്ച ജനം ഇത്രയധികം തിന്മ ചെയ്യുന്നുവെങ്കിൽ
നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ലേ? ദൈവം നമ്മളോട് അത് എന്ത് ചെയ്യുന്നു? വളരെയധികം ക്ഷമിച്ചിരിക്കുന്നു. നമ്മളുടെ ഓരോ പാപങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചുവെങ്കിൽ നമുക്കും ബാധ്യതയുണ്ട്. എന്താണ്? നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമുക്ക് ആരൊക്കെയായിട്ട് നമ്മൾ ഇടപെടുന്നോ, സമൂഹത്തിൽ നമ്മൾ വളരെയധികം ആൾക്കാരുമായിട്ട് ഇടപെടാറുണ്ട്. ഇവരോടൊക്കെയും സൗമ്യമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു കൃപയാണ്. അത് സൗജന്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് സൗജന്യമായി നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. നാം ആരോടും പകരം വീട്ടാതെ ദൈവത്തിൻ്റെ ഈ സ്നേഹം, നമ്മൾ പഠിക്കുന്ന പാഠം തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കൃപ നമുക്ക് സൗജന്യമായി ലഭിച്ചത് നമുക്ക് മറ്റുള്ളവരിലേക്കും സൗജന്യമായി പകർന്നു കൊടുക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗത്തിൻ്റെ പിതാവേ, ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച പാഠം അടിയങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരും ദീർഘക്ഷമയുള്ളവരുമായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവമേ, ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീതിയെയും കാണിക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നവരോട് കേൾക്കുമാറാണമേ. ആമേൻ.